ഇബിലീസ് മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന 5 ചിന്തകൾ. 1. നീ ഇപ്പോൾ ചെറുപ്പമാണ്, ഇപ്പോൾ നിന്റെ ലൈഫ് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാ പറ്റുക, വയസ്സായാൽ ഇതൊക്കെ പറ്റുമോ എന്ന്. എല്ലാം എൻജോയ് ചെയ്യേണ്ട പ്രായം എന്ന ചിന്ത, അതാണ് 1. 2. ഇപ്പോൾ നീ ലൈഫ് എൻജോയ് ചെയ്യ്, പിന്നീട് നമുക്ക് തൗബ ചെയ്തു മടങ്ങാം എന്ന്. നിനക്ക് എത്ര കാലം ഇനി മുന്നോട്ടുണ്ട്, തൗബ ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടെന്ന്. 3. ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കരുത്, ക്ഷമ ഭീരുക്കളുടെ സ്വഭാവമാണ്. ക്ഷമ ഈമാന്റെ പകുതിയാണ്. വിശുദ്ധ ഖുർആനും പറഞ്ഞു, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണെന്ന്. അള്ളാഹു നമ്മളെ ക്ഷമയുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. 4. എല്ലാവരും ആ തെറ്റ് ചെയ്യുന്നവരല്ലേ, അപ്പൊ നീയും ചെയ്തോ, അതൊന്നും കുഴപ്പമില്ലെന്ന്. ഈ ചിന്തയാണ് ഏറ്റവും അപകടം. സിനിമ കാണാൻ എല്ലാവരും കാണുന്നുണ്ടല്ലോ, സിഗരറ്റ് വലിക്കാൻ അതെല്ലാവരും വലിക്കുന്നുണ്ടല്ലോ. ഈ ചിന്ത പാടില്ല. നിങ്ങൾ എപ്പോഴും നന്മയുടെ വഴിയിലൂടെ നടക്കുക, അവിടെ എപ്പോഴും തിരക്ക് കുറവായിരിക്കും. 5. നീ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി പടച്ചോ നിനക്ക് പൊരുത്തപ്പെട്ട് തരാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഇനിയും തെറ്റ് ചെയ്യാമെന്ന്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടില്ലേ, ഇനിയും അള്ളാഹു തആല എനിക്ക് പൊറുത്തു തരുമോ എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക, അള്ളാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. നിങ്ങൾ അവനിൽ നിന്ന് എത്ര ദൂരം അകലെയാണെന്നത് പ്രശ്നമല്ല, തിരിച്ച് ഒരു ചുവട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവനിലേക്ക് അടുക്കാൻ സാധിക്കും. അള്ളാഹു ഇബിലീസിന്റെ കെണിയിൽ നിന്ന് നമ്മളെല്ലാം കാക്കുമാറാവട്ടെ.